ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ അവന്റെ നാക്ക. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് വേണേലും കാണിച്ചു. മറ്റേ കയ്യാങ്കളി അല്ലാതെ ഒരു നാക്ക് വെച്ചിട്ട് അതാണ് പ്രോപ്പർ ഡിസ്സിന്റെ ഒരു ബേസിക് ഒരു സാധനം. വെച്ചാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പാട്ടിപ്പറ, നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പാട്ടിപ്പറയാം. ആ ഒരു പക്ഷെ ഇവിടെ നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവരൊന്ന് പറഞ്ഞ രണ്ടാമത്തെ പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളല്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാ. എല്ലാരും ആകെ ഒരു കുറെ എന്നുവെച്ചാൽ മെയിനായിട്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അറിയാം. അതുകൊണ്ട് ഇവിടെ അത്രയ്ക്ക് ഡിസ്സിന്റെ കാര്യങ്ങൾക്കൊക്കെ അത്ര കുറവാണ്. പക്ഷെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, ലൈക്ക് എനിക്ക് തോന്നുന്നു ഈ ഡിസ് നല്ലതായിട്ട് തന്നെ ഹിപ്പ് ഹോപ്പിന് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ വെളിയിൽ ബേക്കറിയിൽ പോയി നിൽക്കുക, അവിടെ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കില് അവിടെ അപ്പുറത്തിരിക്കുന്ന ആൾ സംസാരിക്കുക, ഇപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി പ്രശ്നം ഉണ്ടാക്കണം. അപ്പൊ അതൊരു സാധാരണ ആണ്. അയാൾക്ക് ഹിപ്പ് ഹോപ്പ് പറഞ്ഞോടാ, കൾച്ചർ പറഞ്ഞോടാ, ഒന്നും പറഞ്ഞോടാ. പക്ഷെ ഇങ്ങനെ 4 പേരുണ്ട്, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പാടണുണ്ട്, ഈ കാര്യം ആൾക്ക് അറിയാം. എനിക്കത് ആ സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ആ സമയത്ത് ഈ കൾച്ചറിന് ഒരു ഹൈപ്പ് കിട്ടിയെന്ന്. ഈ ഡിസ്സുകൾ അതായത് ഒരു ആർട്ടിസ്റ്റിനെതിരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഡിസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആൾക്കാരുടെ സ്വഭാവമാണല്ലോ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത്. അപ്പൊ ആ സാധനം ആ സമയത്ത് ഭയങ്കര ഹൈപ്പായിരുന്നു.